അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഈ വടകരയൊക്കെ ഒഴിവാക്കിയാൽ ആരോഗ്യകരമായ ചർച്ചകളായിരുന്നു പൊതുവിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊട്ടിക്കലാശത്തോടു കൂടി നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡ്രാസ്റ്റിക്കായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഉത്തരേന്ത്യൻ മാതൃക എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ രണ്ടു പാർട്ടികളും പിന്നിലല്ല. BJP എന്ത് ചെയ്യുന്നു അത് തന്നെ കോൺഗ്രസ് ആവർത്തിക്കുന്നു. അല്ല, BJP ചെയ്യുന്നത് കോൺഗ്രസ് ആവർത്തിക്കണമല്ലോ. ഞാൻ പറയുന്നതിൻ്റെ എക്കോ കേൾക്കുന്നു, എനിക്കൊന്ന് കറക്റ്റ് ചെയ്തോളം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞേക്കാം, പക്ഷേ എക്കോ കറക്റ്റ് ചെയ്യാൻ പറയും. നോക്കൂ, ബിജു രമേശിനെ പോലൊരു ആൾ വർക്കലയിൽ പോയി ഒരു വീട്ടിലിരിക്കുന്നു. അദ്ദേഹം എന്തായാലും ഗുരുദേവൻ്റെ മണ്ണിൽ ഗുരുദേവൻ്റെ ആശയപ്രചരണത്തിന് പോയതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അതാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്നെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആരെയും വാർത്താമാധ്യമങ്ങളെ കണ്ടിട്ട് ഞാൻ എന്താണ് അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന കൺഫ്യൂഷനാണ്. നോക്കൂ, ഇപ്പം പണം കൊടുക്കുന്നു, പണം കൊടുത്ത് വോട്ടർമാരെ പിടിക്കുന്നതിനെക്കുറിച്ചാണ് അസിത പറഞ്ഞത്. ഞാൻ BJP പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ 200 രൂപ കൊടുത്തു, മദ്യം കൊടുത്തു, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിലൊന്നും അത്ഭുതപ്പെടുത്തുന്നില്ല. കാര്യം പണം കൊടുത്ത് കോൺഗ്രസ്സുകാരെ തന്നെ വാങ്ങിക്കുന്ന സ്ഥലത്ത് പണം കൊടുത്ത് ചില മഞ്ഞളും അരിയും ഒക്കെ കൊടുത്തതിലൊന്നും എന്നെ വലിയ അത്ഭുതപ്പെടുത്തത്തില്ല. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നോക്കൂ, BJPയുടെ പ്രതിനിധി പ്രിൻറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള പ്രചരണ ആയുധങ്ങളൊന്നും ആവശ്യമില്ല. അവർ വികസനം എന്ന് പറയുന്ന കാര്യമാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വികസനം എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ രാജ്യത്തെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നേരെ ചൊവ്വേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ലേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് പച്ച വർഗീയതയാണ് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച വർഗീയത. ആ പച്ച വർഗീയത പറയാൻ ഒരു മടിയില്ലാത്ത ആളായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം പോയി കോൺഗ്രസോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആര് തന്നെ ആകട്ടെ അവരെ ബിലിറ്റിൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതപ്പതിച്ച രീതിയിൽ സംസാരിക്കാൻ ഒരു മടിയില്ലാത്ത ആളായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ വികസനത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്ത, വർഗീയതയെക്കുറിച്ച് പറയുന്ന, അപ്പുറത്ത് നിൽക്കുന്നവരെ ഇകഴ്ത്തി കാണിക്കുന്ന, ഇടിച്ചു താത്തുന്ന രീതിയിൽ സംസാരിച്ച് അപ്പുറത്തുള്ളതിനെ കമ്മ്യൂണലാക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സ്പീച്ച് നിങ്ങൾക്ക് നമ്മൾ അനലൈസ് ചെയ്തതാണ്, പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ്. മുസ്ലിം വിരുദ്ധത പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും മേളിലുള്ള നേതാവ്, ഇത്രയും വലിയൊരു നേതാവ് നിങ്ങളുടെ വാജ്പേയി പോലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ പുള്ളി ഇതാ പറയുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞില്ല വികസനമാണ് പറയുന്നതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നെ ജനങ്ങൾക്ക് ഇപ്പം പ്രിൻറ്റു ഉറപ്പായിട്ടും എനിക്കെതിരെയാണ് പറയാൻ പോകുന്നത്. അതിപ്പം പ്രിൻറ്റുവിൻ്റെ രാഷ്ട്രീയം, പ്രിൻറ്റുവിൻ്റെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. എനിക്കതിനകത്ത് സംശയമില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോ? ഇവിടുത്തെ വികസനമാണോ ഇവർ പറയാൻ പോകുന്നത്? തിരുവനന്തപുരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരം തൃശ്ശൂരുമാണല്ലോ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടെ പറയുന്നത് ഇതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അകത്തോട്ട് റൂട്ടിലോട്ട് കയറി പച്ച വർഗീയത പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് BJP സംഘപരിവാർ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മടിയും എനിക്കില്ല, അത് പറയാനൊരു മടിയില്ല. ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ED വരും. അതാണ് ഇവിടുത്തെ മീനാക്ഷി ലേഖിയെ പോലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിലെ ബെഞ്ചിലെ നോക്കി പറയാണ് മിണ്ടരുത്, നിങ്ങളുടെ പുറകെ ED വരുമെന്ന്. ഞാൻ പറഞ്ഞതല്ല, മീനാക്ഷി ലേഖി പറഞ്ഞതാണ്. മീനാക്ഷി ലേഖി ഇപ്പോഴും BJP തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, രസകരമായ ഒരു കാര്യം. BJPയും CPM തമ്മിൽ അന്തർധാരയാണ്. സൂറത്തിലെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. സൂറത്തിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി BJP ചേരാൻ പോകുന്നു. അതുവരെ ആയിരിക്കുക. എന്താ, ആദ്യമായിട്ട് പാർലമെൻറ്റ് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പ് ഒരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടായിരിക്കുന്നു. അത് BJPക്കാണ്. BJPക്ക് എങ്ങനെ ഉണ്ടായി? സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ സൂറത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നു. ആ പത്രിക സാധാരണഗതിയിൽ നമ്മൾ പത്രിക തള്ളുമ്പം നമുക്ക് പല കോപ്പീസ് അതിനകത്തുണ്ടാവും. അതൊക്കെ തള്ളി മൊത്തം പോകുന്നു. എന്നിട്ട് അപ്പുറത്തെ ആളെ ജയിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ വാർത്തയാണ് ഈ മനുഷ്യൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി BJP ചേരാൻ പോകുന്നു. ഈ പറയുന്ന BJPയും കോൺഗ്രസും ഇപ്പം CPM കാരണമാണോ? ഒറ്റ ചോദ്യമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കാരണമാണോ സൂറത്തിലെ ഈ മനുഷ്യൻ BJP ചേരാൻ പോകുന്നത്?
ഇവർക്കൊന്നും ഒരു നാണവും ഇല്ലാതെ വന്നിരുന്ന് CPM വിരുദ്ധത പറയുക. ഞാൻ ഈ മാഡത്തെ ഉദ്ദേശിച്ചല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇൻ ജനറൽ ഈ രാജ്യത്ത് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിതും ഇല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജോലി. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മണ്ണിൽ ഒരു വേരോട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഈ പറയുന്ന ഒരു anti-BJP വേവ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, anti-BJP വേവിൻ്റെ ഫ്രൂട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചത്. ആ anti-BJP വേവിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിട്ട് പോലും പാർലമെൻറ്റിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആളില്ലാതെ ഇവർ വേറെ കേരള ഹൗസിൽ പോയി ബിരിയാണി തിന്നുന്നവരായി ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ മാറിയായിരുന്നു. ഒരു വിഷയം, കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് മെമ്പർ അവിടെ ഉണ്ട് എന്ന് തോന്നിക്കുന്നത് 1 or 2 പേരേ ഉള്ളൂ. അതൊന്ന് രാജ്യസഭയിൽ സംസാരിക്കുന്ന ജോൺ ബ്രിട്ടാസാണ്. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതി. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഇത്രയും പേരെ വോട്ട് ചെയ്ത് 19 പേരെ വിജയിപ്പിച്ചിട്ട് ഇവിടെ എന്താ നടന്നതെന്നും അത് ആ പാർലമെൻറ്റിൻ്റെ സമയത്ത് തന്നെ, ആ ടേമിൽ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വരികയും മുസ്ലിംസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മാർജിനലൈസ് ചെയ്യുന്ന ഒരു ആക്റ്റായി അത് മാറുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ സംസ്ഥാനം ഒരു റെസൊല്യൂഷൻ തന്നെ പാസാക്കി. പക്ഷേ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് അതിന് ഇടം കിട്ടിയില്ല. വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉടനെ ഞങ്ങൾ എടുത്താൽ കളയും. സംസ്ഥാനത്തെ നേതാവാണ് പറയുന്നത്. കേരളത്തിലിരുന്ന് AK ആൻ്റണി പറയും, VD സതീശൻ പറയും, ഒക്കെ പറയും. രാഹുൽ ഗാന്ധി പറയത്തില്ല. കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അപ്പം ദേശീയ വാർത്തയാണ്. ദേശീയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAA റദ്ദാക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അവിടെ വാർത്തയാണ്. അപ്പോൾ ഇവർ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്, BJP കുറിച്ചല്ല, കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, സോഫ്റ്റ് ഹിന്ദുത്വ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ, അതിന് വിള്ളലേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മിണ്ടത്തില്ല. അല്ലെങ്കിൽ ഇത്രയും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ. ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടി മടക്കി കൈവെക്കുന്നത് കണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിൽ പരം അധപ്പതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുക, അതിനൊരു ഉണ്ടെങ്കിൽ ഒരു പരിപാടിക്ക് ആ കൊടി ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് BJPയോ കോൺഗ്രസോ ആര് തന്നെ ആയിക്കോട്ടെ, ഒരു വർഗീയ കക്ഷിയോ ഏത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആരും ആ കൊടി ഉയർത്തിപ്പിടിക്കും. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടി വേണ്ട. അതിന് കാരണം പറഞ്ഞത് ഞങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു കൊടി വേണ്ട. ആ കൊടി വേണ്ട എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചാണ്. ഇവിടുത്തെ മുസ്ലിം വോട്ടും ആണ് പ്രശ്നം. അതെ. മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് മലപ്പുറത്തെ ലീഗുകാർ തീരുമാനിക്കുകയാണ് വയനാട്ടിൽ ഞങ്ങളുടെ കൊടി ഉയർത്താൻ അനുവദിക്കാത്ത കോൺഗ്രസിന്റെ കൊടി മലപ്പുറത്ത് ഉയർത്തേണ്ടെന്ന്. അങ്ങനെ ചില സംഭവങ്ങൾ ഇന്നലെ കൊട്ടിക്കലാശത്തിനിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു.